ഹായ് എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പി എസ് സിയിലെ ഒരു 100 ചോദ്യങ്ങൾ പരിചയപ്പെടാൻ പോവുകയാണ്. കേരള പി എസ് സിയിൽ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 2 ഒക്കെ എഴുതുന്നവർക്ക്, ഇനി അങ്ങോട്ടുള്ള എല്ലാ പി എസ് സി പരീക്ഷ എഴുതുന്നവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മളൊരു 100 ചോദ്യങ്ങൾ പി എസ് സിയിൽ ഇതുവരെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, ചോദിക്കാൻ സാധ്യത കൂടിയിട്ടുള്ള ഒരു 100 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചതാര്? സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചതാര്? ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. പിന്നോക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനത്തിനായി അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണിത് കേട്ടോ. സാധുജന പരിപാലന സംഘം 1907 സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ ഉത്തരം അയ്യങ്കാളിയാണ്. രണ്ടാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമേത്? എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഏതാണ്? 1924 അല്ലേ? 1924. വൈക്കം എവിടെയാണ്? വൈക്കം കോട്ടയത്താണല്ലേ. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടാനുള്ള സമരമാണ് 1924 മാർച്ച് 30 ആരംഭിച്ചത് അല്ലേ? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം എന്ന് പറഞ്ഞ സ്ഥലം കോട്ടയത്താണല്ലേ. മൂന്നാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? കെ കേളപ്പനാണ് കേട്ടോ. കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. നാലാമത്തെ ചോദ്യം, അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം. 1888. 1888 മനസ്സിൽ നിൽക്കുന്നൊരു വർഷം തന്നെയാണ് 1888. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888. അടുത്ത ചോദ്യം, SNDP സ്ഥാപിതമായ വർഷം? SNDP സ്ഥാപിതമായ വർഷം എന്നാണ് 1903 അല്ലേ? 1903 മെയ് 15 ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഡോക്ടർ പൽപു SNDP സ്ഥാപിച്ചത്. 1903 മെയ് 15 SNDP യോഗം സ്ഥാപിതമായ വർഷം 1903. മലയാള മനോരമ ദിനപത്രം ആരംഭിച്ച വർഷം? മലയാള മനോരമ ഇന്നും മലയാളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പത്രങ്ങളിലൊന്നാണ് അല്ലേ മലയാള മനോരമ. ആ മലയാള മനോരമ ദിനപത്രം ആരംഭിച്ച വർഷം ഏതെന്നാണ് ചോദ്യം. 1890 കേട്ടോ. 1890 മാർച്ച് 22 കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആരംഭിച്ച പത്രമാണ് മലയാള മനോരമ. കണ്ടത്തിൽ വർഗീസ് മാപ്പിള 1890 മാർച്ച് 22 ആരംഭിച്ച പത്രമാണ് മലയാള മനോരമ. 1890 അല്ലേ? തൊട്ട് മുന്നേ നമ്മൾ 1890 അടുത്തുള്ള ഒരു വർഷത്തെ ഒരു ചോദ്യം പഠിച്ചു അല്ലേ? 1888 അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലേ? മലയാള മനോരമ 1890 മാർച്ച് 22. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം നമുക്കറിയാം. VS അച്യുതാനന്ദനുമായിട്ട് ഏറെ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലേ? VS അച്യുതാനന്ദൻ്റെ അദ്ദേഹം മരണപ്പെട്ടിട്ട് 1ാം ചരമവാർഷികം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ്? 1946 അല്ലേ? 1946. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ സമരം 1946 ഒക്ടോബറിലാണ് അല്ലേ? പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ചാന്നാർ ലഹള നടന്ന വർഷം? ചാന്നാർ ലഹള നടന്ന വർഷം 1858-59 കേട്ടോ. ചാന്നാർ ലഹള നടന്ന വർഷം 1858-59. നാടാർ സ്ത്രീകളുടെ മേൽവസ്ത്ര സ്വാതന്ത്ര്യത്തിനുള്ള സമരം തിരുവിതാംകൂറിൽ 1858-59 കാലത്ത് നടന്നു. ചാന്നാർ ലഹള നടന്ന വർഷം 1858-59 കാലത്താണ്. മാമാങ്കം നടന്നിരുന്നത് എവിടെയാണ്? തിരുനാവായയാണ് കേട്ടോ. ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളത്തിൽ ഏറ്റവും വലിയ 2ാമത്തെ നദി അല്ലേ? ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിൽ ഓരോ 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം നടന്നിരുന്നത് കേട്ടോ. മാമാങ്കം നടന്നിരുന്നത് തിരുനാവായയാണ്. കേരളത്തിലെ ആദ്യത്തെ ചരിത്ര രേഖപ്പെടുത്തിയ രാജവംശം ഏത്? കേരളത്തിലെ ആദ്യത്തെ ചരിത്ര രേഖപ്പെടുത്തിയ രാജവംശം ഏതാണ്? ചേര രാജവംശമാണ് അല്ലേ?
സംഘകാല കേരളം ഭരിച്ചിരുന്ന പ്രധാന രാജവംശമാണ് ചേരന്മാർ. ചേര രാജവംശമാണ്. കുഞ്ചൻ നമ്പ്യാർ ഏത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ്? കുഞ്ചൻ നമ്പ്യാർ ഏത് കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവാണ്? നമുക്കറിയാം, തുള്ളലാണല്ലേ, തുള്ളലാണ്. ഓട്ടൻ തുള്ളൽ, ചിതങ്ങൻ തുള്ളൽ, പറയാൻ തുള്ളൽ എന്നിവയുടെ സൃഷ്ടാവാണ് കുഞ്ചൻ നമ്പ്യാർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം. PSCയുടെ എല്ലാ പരീക്ഷ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ കഴിയുന്നൊരു ക്വസ്റ്റ്യനാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 അല്ലേ. ബ്രിട്ടീഷുകാർക്കെതിരെ ആറ്റിങ്ങൽ റാണിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ റാണിയുടെ നേതൃത്വത്തിലാണ് നടന്നത് കേട്ടോ. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. 1721. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം. ഇതും എല്ലാവർക്കും അറിയുന്നതാണല്ലേ. 1809 അല്ലേ. 1809 ജനുവരി 11 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്ത് കുണ്ടറയിൽ നിന്ന് ആരംഭിച്ച വിളംബരം അല്ലേ. 1809 ജനുവരി 11. 1809 വർഷം പ്രധാനമാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. കൂടുതൽ പറയേണ്ട കാര്യമില്ല, ആർക്കും അറിയുന്ന ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അല്ലേ. ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരുവാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വചനം ആരുടേതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഈ വചനം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണല്ലേ. 1910 ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിൽ ഗുരു നൽകിയ സന്ദേശമാണിതല്ലേ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വേദാധികാര നിരൂപണം എന്ന കൃതിയുടെ രചയിതാവാരാണ്? ചട്ടമ്പി സ്വാമികളാണല്ലേ. ജാതി വ്യവസ്ഥക്കെതിരെ വേദങ്ങളെ അടിസ്ഥാനമാക്കി ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണിത് കേട്ടോ. ജാതി വ്യവസ്ഥക്കെതിരെ വേദങ്ങളെ അടിസ്ഥാനമാക്കി ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് വേദാധികാര നിരൂപണം. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആശയത്തിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാര്? ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ് കേട്ടോ. കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആശയത്തിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. 1898 കോഴിക്കോട് സുഗുണവർദ്ധിനി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അയ്യത്താൻ ഗോപാലൻ സ്ഥാപിച്ചതാണ് കേട്ടോ ഇത്. അതായത് കേരളത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ ആശയത്തിൽ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാണ്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറിയാവുന്നതാണ്. അറക്കൽ രാജവംശമാണ് അല്ലേ. കണ്ണൂരും ലക്ഷദ്വീപും ഭരിച്ചിരുന്ന അറക്കൽ രാജവംശമാണ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം. അറക്കൽ രാജവംശമാണ്. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം. 1932. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. സർക്കാർ ജോലികളിലും നിയമസഭകളിലും ജാതി അനുപാത പ്രാതിനിധ്യം ആവശ്യപ്പെട്ട് 1932 നടന്ന സമരം അല്ലേ. നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം 1932. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നതെന്ന്. 1949 ജൂലൈ 1. 1949 ജൂലൈ 1. കേരള സംസ്ഥാനം രൂപീകൃതമായതെന്ന്. 1956 നവംബർ 1. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത് 1936. അത് നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവാരാണ്? ശ്രീചിത്ര തിരുനാളാണല്ലേ. 1936 നവംബർ 12 ശ്രീചിത്ര തിരുനാൾ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചു. ശ്രീചിത്ര തിരുനാൾ അല്ലേ. മലബാർ കലാപം നടന്ന വർഷം. 1921 അല്ലേ. 1921 അല്ലേ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മലബാറിൽ നടന്ന കർഷക മാപ്പിള കലാപം 1921 അല്ലേ. മലബാർ കലാപം നടന്ന വർഷം 1921 അല്ലേ.
അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം നടന്ന വർഷം 1893 1893 പൊതുവഴിയിലൂടെ വില്ലുവണ്ടി സഞ്ചരിച്ച അയ്യങ്കാളി നടത്തിയ ചരിത്ര സമരമാണ് അല്ലേ, 1893. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സാധുജന പരിപാലന സംഘം അല്ലേ, അത് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണല്ലേ. ഏതായിരുന്നു വർഷം? അത് 1907. 1907. നമ്മുടെ ചോദ്യം ഇപ്പോഴെന്താ? അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം അതെപ്പോഴാണ്? 14 വർഷം മുന്നേ അല്ലേ, 1893. 1893. കേരളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. 1887 അപ്പു നെടുങ്ങാടി എഴുതിയ കുന്തലതയാണ് ആദ്യത്തെ മലയാള നോവൽ. കേരളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലതയാണ്. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടന നായർ സർവീസ് സൊസൈറ്റി, NSS അല്ലേ, NSS നായർ സർവീസ് സൊസൈറ്റി. 1914 ഒക്ടോബർ 31 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് NSS സ്ഥാപിച്ചത്. 1914 ഒക്ടോബർ 31 NSS സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച സംഘടന. പണ്ഡിത്ത് കറുപ്പൻ ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനായാണ് പ്രവർത്തിച്ചത്? തീവ്ര സമുദായം. അരയ തീവ്ര സമുദായത്തിൻ്റെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിച്ച കവിയും സാമൂഹിക പരിഷ്കർത്താവുമാണ് പണ്ഡിത്ത് കറുപ്പൻ. തീവ്ര സമുദായം കേട്ടോ, തീവ്ര സമുദായം. പണ്ഡിത്ത് കറുപ്പൻ ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിനാണ് പ്രവർത്തിച്ചത്? തീവ്ര സമുദായത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. VT ഭട്ടതിരിപ്പാട് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ, അതായത് നമ്പൂതിരി സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ യോഗക്ഷേമ സഭയിലൂടെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോഗക്ഷേമ സഭയാണ്. സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം നടന്ന വർഷം 1917. 1917 ചെറായിയിൽ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് മിശ്രഭോജനം നടത്തി. 1917 ചെറായിലാണ് മിശ്രഭോജനം നടത്തിയത് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനം നടന്ന വർഷം 1917. കയ്യൂർ സമരം നടന്ന വർഷം നമ്മൾ നേരത്തെ പുന്നപ്ര വയലാർ സമരം പറഞ്ഞു അല്ലേ. പുന്നപ്ര എപ്പോഴായിരുന്നു? 1946. അതുപോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് കയ്യൂർ സമരം. എപ്പോഴാണ്? 1940 അല്ലേ, കാസർഗോഡാണ് അല്ലേ. 1940 കാസർഗോഡ് കയ്യൂരിൽ കർഷകർ ബ്രിട്ടീഷ് പോലീസിനെതിരെ നടത്തിയ ധീരമായ സമരമാണ് അല്ലേ. കാസർഗോഡാണ് കയ്യൂർ കേട്ടോ. കയ്യൂർ സമരം നടന്ന വർഷം 1940. കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെ? വൈപ്പിക്കോട്ടയാണ്. 1577 ജസ്യൂട്ട് മിഷണറിമാർ വൈപ്പിക്കോട്ടയിൽ ആദ്യ അച്ചടിശാല സ്ഥാപിച്ചു. വൈപ്പിക്കോട്ട. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സമരം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹമാണല്ലേ. 1930 K കേളപ്പൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തി. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന സമരം പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹമാണല്ലേ. ആധുനിക കേരളത്തിൻ്റെ ശില്പി ആരാണ്? ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. 1957 കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായി ഭൂപരിഷ്കരണം ഉൾപ്പെടെ നടപ്പാക്കിയ EMS ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ നേതാവ് ആരാണ്? ആരാണ്? EV രാമസ്വാമി അല്ലേ. പെരിയാർ EV രാമസ്വാമിയാണ് അല്ലേ. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയത് പെരിയാർ EV രാമസ്വാമിയാണ്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം 1861 അല്ലേ. ഇവിടം വരെയാണ്? തിരൂര് മുതൽ ബേപ്പൂര് വരെയാണ് അല്ലേ. 1861 അല്ലേ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയ വർഷം 1861 അല്ലേ. തിരൂര് മുതൽ ബേപ്പൂര് വരെയാണ് കേട്ടോ. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന തുറമുഖം ലോത്തലാണ്. ഗുജറാത്തിലെ ലോത്തലാണ്. സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന തുറമുഖം എന്ന് ചോദിച്ചാൽ ലോത്തലാണ്. ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം
ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനിയാണ്. BC 563 നേപ്പാളിലെ ലുംബിനിയിലാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത് കേട്ടോ. BC 563 നേപ്പാളിലെ ലുംബിനിയിലാണ് ഗൗതമ ബുദ്ധൻ ജനിച്ചത്. അശോക ചക്രവർത്തിയുടെ സിംഹമുദ്ര കടമെടുത്തത് എവിടെ നിന്നാണ്? അശോക ചക്രവർത്തിയുടെ സിംഹമുദ്ര കണ്ടെടുത്തത് എവിടെ നിന്നാണ്? അശോക ചക്രവർത്തിയുടെ സിംഹമുദ്ര കണ്ടെടുത്തത് എവിടെ നിന്നാണ്? എവിടുന്നാണ്? സാരാനാഥാണ് കേട്ടോ. സാരാനാഥാണ് ഉത്തരം. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്രീഗുപ്തയാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ശ്രീഗുപ്തയാണ്. AD 3-ാം നൂറ്റാണ്ടിൽ ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526ആണ്. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526ആണ്. 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ നടന്ന യുദ്ധത്തിൽ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമായി. 1526 അല്ലേ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1526. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942 അല്ലേ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1942 അല്ലേ. 1942. ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്നാണ് അല്ലേ. എന്നാണ്? 1930 മാർച്ച് 12 അല്ലേ. 1930 മാർച്ച് 12 ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ഡിസംബർ 28 A.O. ഹ്യൂമിൻ്റെ ശ്രമഫലമായി മുംബൈയിൽ സ്ഥാപിതമായി അല്ലേ. 1885 ഡിസംബർ 28 A.O. ഹ്യൂമിൻ്റെ ശ്രമഫലമായി INC രൂപീകരിക്കുകയാണ് ഉണ്ടായത് അല്ലേ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 അല്ലേ. 1919 ഏപ്രിൽ 13 അമൃത്സറിലാണല്ലേ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടത്തുന്നത്. 1919 ഏപ്രിൽ 13. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1946 അല്ലേ. 1946 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ വന്ന വർഷം 1946. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയ് കാനിങ് പ്രഭുവാണ് അല്ലേ. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ വൈസ്രോയായി കാനിങ് പ്രഭു നിയമിതനായി അല്ലേ. ആദ്യ വൈസ്രോയ് കാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം 28 അല്ലേ. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം ഏതാണ്? 1922. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ചതിനെ തുടർന്ന് ഗാന്ധിജി സമരം നടത്തുമായിരുന്നു അല്ലേ. ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി അല്ലേ. 1975 മുംബൈയിൽ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനവുമായി ആര്യ സമാജം സ്ഥാപിച്ചു ദയാനന്ദ സരസ്വതി അല്ലേ. 1875 മുംബൈയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അല്ലേ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം നമുക്കറിയാം 1950 ജനുവരി 26 അല്ലേ. 1950 ജനുവരി 26. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26. പക്ഷെ നിലവിൽ വന്നത് 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലേ. അതിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലാവർക്കും അറിയുന്നതാണല്ലേ. നമ്മുടെ ഭരണഘടനയുടെ ശില്പി അല്ലേ ഡോക്ടർ BR അംബേദ്കർ അല്ലേ. 1947 ഓഗസ്റ്റ് 29 രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അംബേദ്കർ. ആദ്യ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിളുകളുടെ എണ്ണം, ആദ്യ ഭരണഘടനയിൽ എത്ര അനുച്ഛേദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. എത്രയാണ്? 395 അല്ലേ. ആദ്യം നിലവിൽ വന്ന ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിളുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? എല്ലാവർക്കും അറിയുന്നതാണല്ലേ. മൗലികാവകാശങ്ങൾ ഭാഗം 3-ലാണ്.
ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ, മൗലികാവകാശങ്ങൾ. ഭാഗം 3-ലാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനാരാണ്? ആരാണ് ഇന്ത്യയുടെ പ്രഥമ പൗരൻ? രാഷ്ട്രപതിയാണ് അല്ലേ. ഇന്ത്യയുടെ പ്രഥമ പൗരൻ രാഷ്ട്രപതിയാണ്. ലോക്സഭയുടെ സാധാരണ കാലാവധി 5 വർഷമാണല്ലേ. ആർട്ടിക്കിൾ 83 പ്രകാരം ലോക്സഭയുടെ കാലാവധി 5 വർഷമാണല്ലേ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണല്ലേ. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ദേശീയ അടിയന്തരാവസ്ഥ 352 ആണല്ലേ. 352 ദേശീയ അടിയന്തരാവസ്ഥ, 356 സംസ്ഥാന അടിയന്തരാവസ്ഥ, 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതി പഞ്ചായത്ത് രാജ് ഏതാണ്? 73-ാം ഭേദഗതി അല്ലേ. 73-ാം ഭേദഗതി അല്ലേ. നഗരസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ 74 അല്ലേ. പഞ്ചായത്ത് രാജ് ഏതാണ്? 73. നീതി ആയോഗ് സ്ഥാപിതമായ വർഷം, നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയ നീതി ആയോഗ് സ്ഥാപിതമായ വർഷം 2015 അല്ലേ. 2015 ജനുവരി 1. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? പാർലമെൻറ്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ അല്ലേ. ആർട്ടിക്കിൾ 66 പ്രകാരം ഇരുസഭയിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതി ആകുമ്പോൾ നമ്മുടെ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളടക്കം വരും. ഉപരാഷ്ട്രപതിക്ക് ഈ പാർലമെൻറ്റിലെ ഇരുസഭയിലെയും അംഗങ്ങളാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അല്ലേ. രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്യപ്പെട്ടു? ഭരണഘടനയുടെ ആമുഖം 1 തവണയാണ് ഭേദഗതി ചെയ്യപ്പെട്ടത്. 1976 42-ാം ഭേദഗതിയിലൂടെ സോഷ്യലിസ്റ്റ്, സെക്കുലർ, അഖണ്ഡത, ഇൻ്റഗ്രിറ്റി എന്നീ പദങ്ങൾ ആമുഖത്തിൽ ചേർത്തു. ഏതൊക്കെ വാക്കുകളാണ്? 3 വാക്കുകളാണ് അല്ലേ. സോഷ്യലിസ്റ്റ്, സെക്കുലർ, ഇൻ്റഗ്രിറ്റിയുടെ മലയാളം അഖണ്ഡത. ഈ 3 വാക്കുകൾ ആണ് 1976 42-ാം ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. 1 തവണ മാത്രമേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത് 1976 42-ാം ഭേദഗതിയിലൂടെയാണ് അല്ലേ. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി നമ്മൾ നേരത്തെ പറഞ്ഞു, EMS നമ്പൂതിരിപ്പാട് അല്ലേ. 1957 ഏപ്രിൽ 5 കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി EMS അധികാരമേറ്റു അല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏതാണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചെന്ന് തോന്നുന്നു, ഭാരതപ്പുഴ അല്ലേ. 209 കിലോമീറ്റർ. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്, 244. രണ്ടാമത്തെ ഭാരതപ്പുഴയാണ്, 209. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഏതാണ്? ഇന്ദിരാ പോയിന്റ് ആണല്ലേ. ഇന്ദിരാ പോയിന്റ് ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. എത്രയാണ് ഉയരം? 2695 മീറ്ററാണ്. 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയുടെ ഉയരം. ആനമുടി. സഹ്യാദ്രി എന്നറിയപ്പെടുന്നത് സഹ്യാദ്രി ഏതാണ്? പശ്ചിമഘട്ടമാണല്ലേ. അറബിക്കടൽ തീരത്തിന് സമാന്തരമായി 1600 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടമാണ് സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ലക്കിടിയാണ്. വയനാട്ടിലെ ലക്കിടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ഇടുക്കി അണക്കെട്ട് ഏത് നദിയിലാണ്? ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിലാണ് അല്ലേ. പെരിയാർ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. 200.6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ, വേമ്പനാട്ട് കായൽ. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം നമുക്കറിയാം, രാജസ്ഥാനാണ് അല്ലേ. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. പശ്ചിമഘട്ടത്തെ രണ്ടായി വിഭജിക്കുന്ന പാലക്കാട് ചുരത്തിൻ്റെ വീതി എത്ര? 30 കിലോമീറ്റർ ആണ് കേട്ടോ. ഏകദേശം 30 കിലോമീറ്റർ വീതിയുള്ള പാലക്കാട് ചുരം കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. പശ്ചിമഘട്ടത്തെ രണ്ടായി വിഭജിക്കുന്ന പാലക്കാട് ചുരത്തിൻ്റെ വീതി 30 കിലോമീറ്ററാണ്.
കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഏകദേശം എത്രയാണ്? കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഏകദേശം എത്രയാണ്? 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ഏകദേശം 580 കിലോമീറ്ററാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ, രക്തം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ ആണ്. വിറ്റമിൻ കെൻ്റെ അഭാവത്തിൽ രക്തം കട്ടപിടിക്കാനുള്ള കഴിവ് കുറയുന്നു. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത. പ്രകാശം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അഥവാ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്നു. ജലത്തിൻ്റെ രാസസൂത്രം H2O. ജലത്തിൻ്റെ രാസസൂത്രം H2O. സസ്യങ്ങൾ ഭക്ഷണം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് അല്ലേ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ആഗ്നേയ ഗ്രന്ഥി എന്നറിയപ്പെടുന്ന പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്രന്ഥി പാൻക്രിയാസ്. ലായനിയുടെ അമ്ലക്ഷാര സ്വഭാവം അളക്കുന്ന സ്കെയിൽ ഏതാണ്? pH സ്കെയിലാണ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം അറിയപ്പെടുന്നത് ജഡത്വ നിയമം. രക്തത്തിൽ ഓക്സിജൻ വഹിക്കുന്ന പ്രോട്ടീൻ ഹീമോഗ്ലോബിനാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ആസൂത്രണ കമ്മീഷന് പകരം വന്ന സ്ഥാപനം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആസൂത്രണ കമ്മീഷന് പകരം വന്ന സ്ഥാപനം നീതി ആയോഗാണ്. 2015 ജനുവരി 1 സ്ഥാപിതമായ നീതി ആയോഗാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് ഫുൾ നെയിം. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 കേട്ടോ. ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന ആശയത്തിൽ ചരക്ക് സേവന നികുതി 2017 ജൂലൈ 1 നിലവിൽ വന്നു. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് 1935 ഏപ്രിൽ 1 1934 RBI ആക്ട് പ്രകാരം 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായി. ഇന്ത്യയിലെ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കാൻ നിയോഗിച്ച കമ്മിറ്റി ടെണ്ടുൽക്കർ കമ്മിറ്റിയാണ്. 2009 സുരേഷ് ടെണ്ടുൽക്കർ അധ്യക്ഷനായ കമ്മിറ്റി ദാരിദ്ര്യ നിർണ്ണയ മാനദണ്ഡം പുതുക്കി. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ധനകാര്യ സ്ഥാപനം കിഫ്ബിയാണ് അല്ലേ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ്. 1999 രൂപീകരിച്ചു. വലിയ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു. ഈ ചോദ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു അവതാളത്തിലാണ് ഉള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ പുതിയ ഗവൺമെൻറ് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആ ചോദ്യം പഠിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കിഫ്ബിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ട്. കിഫ്ബി 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഷെഫ് ഡി മിഷൻ ആരായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൻ്റെ ഷെഫ് ഡി മിഷൻ ആരാണ്? ഗഗൻ നരാങ്ങാണ്. ഷൂട്ടിംഗ് താരവും ഒളിമ്പിക് മെഡൽ ജേതാവും ഗഗൻ നരാങ്ങാണ് 2024 ഷെഫ് ഡി മിഷൻ ആയിരുന്നത്. 2024 GI ടാഗ് ലഭിച്ച കേരള ഉൽപ്പന്നമായ തിരൂർ വെറ്റില ഏത് ജില്ലയിലാണ്? തിരൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതാണ് മലപ്പുറാണ്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ്? 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റതാരാണ്? ജസ്റ്റിസ് BR ഗവായി ആണ്. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ്. ചോദ്യം ശ്രദ്ധിക്കണം. 2025 മെയ് മാസത്തിൽ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്നുള്ളതാണ്. അത് ജസ്റ്റിസ് BR ഗവായി ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വർഷവും ചന്ദ്രനിലിറങ്ങിയ തീയതിയും 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. ആഗസ്റ്റ് 23 ലാൻഡിങ് കേട്ടോ. ശ്രദ്ധിക്കണം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വർഷവും ചന്ദ്രനിലിറങ്ങിയ തീയതിയും 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ആഗസ്റ്റ് 23 ലാൻഡിങ് കേട്ടോ. 2024 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണല്ലേ. ഹിന്ദി എഴുത്തുകാരനാണ്. 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയ കൃതി ഏതാണ്?
ഉത്തരവേതാണ് ഉഷ്ണരാശി KV മോഹൻകുമാറിന് കേട്ടോ. ഉഷ്ണരാശി KV മോഹൻകുമാർ. 29ാമത് IFFK 2024 ഡിസംബർ പ്രധാന വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും 2024 ഇപ്പോൾ പഠിക്കണമെന്ന്. കാരണം PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് 3-4 വർഷം പുറകെയുള്ള ചോദ്യങ്ങൾ വരെ ചോദിക്കും. അതുകൊണ്ട് 2022 മുതലുള്ളതെല്ലാം പഠിക്കേണ്ടത് അനിവാര്യതയാണ് കേട്ടോ. 29ാമത് IFFK 2024 ഡിസംബറിൻ്റെ പ്രധാന വേദി തിരുവനന്തപുരമായിരുന്നു. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ L1 ആണ്. സൂര്യനെ പഠിക്കാനായി 2023 സെപ്റ്റംബർ 2 ISRO വിക്ഷേപിച്ച ദൗത്യമാണ് ആദിത്യ L1 കേട്ടോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF നേടിയ സീറ്റ് എത്ര? 18 സീറ്റാണല്ലേ. 20 സീറ്റിൽ 18 സീറ്റ് UDF നേടി, 1 സീറ്റ് LDF ആണ്, 1 സീറ്റ് NDA നേടി. NDA നേടിയ സീറ്റ് തൃശ്ശൂറാണ് കേട്ടോ. അവസാന ചോദ്യം, 2026 FIFA ലോകകപ്പ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ, ഹോസ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഉത്തരം ഏതാണ്? USA, മെക്സിക്കോ, കാനഡയാണ്. ഈ 3 രാജ്യങ്ങൾ ചേർന്നാണ് അതിന് സംയുക്തമായി ആതിഥേയത്വം വഹിച്ചത്, ഹോസ്റ്റ് ചെയ്തത് അല്ലേ. FIFA ലോകകപ്പ് കഴിഞ്ഞു, സ്പെയിൻ കിരീടം നേടി അല്ലേ. ഫൈനലിൽ അർജന്റീനയാണ് തോൽപ്പിച്ചത്, 1-0 തോൽപ്പിച്ചു അല്ലേ. റോഡ്രി ആയിരുന്നു ടൂർണമെൻറ്റിൻ്റെ താരം അല്ലേ. ഗോൾഡൻ ബൂട്ട് ആർക്കാണ്? കിലിയാൻ എംബാപ്പയ്ക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 100 ചോദ്യങ്ങൾ കഴിയുകയാണ്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട മുഴുവൻ പേർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്